ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് ദ ട്രെയിൽ ഓഫ് സയൻസ് എന്നുള്ള യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ടോക്കിംഗ് ഓഫ് സയൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ട്രെയിൽ ഓഫ് സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസിൻ്റെ പാത എന്നുള്ളതാണ്. അപ്പം സയൻസിനെ കുറിച്ചിട്ടാണ് മെയിൻലി ഈ ഒരു യൂണിറ്റിലെ ചാപ്റ്റേഴ്സൊക്കെ വരുന്നത്. അപ്പം മേളിൽ ഗലീലി പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും കാണുന്നുണ്ട്, പക്ഷെ ഒരാളുടെ മനസ്സിലെ ആ ഒരു ക്യൂരിയോസിറ്റിയും അതുപോലെ തന്നെ കാര്യങ്ങളെ നിരീക്ഷിക്കാനുള്ള ഒരു കഴിവ്, ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവാണ് പലപ്പോഴും അവരെ പലതരം കണ്ടെത്തലുകളിൽ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഐസക് ന്യൂട്ടൺ അല്ല ആദ്യമായിട്ട് ആപ്പിൾ ട്രീയിൽ നിന്ന് ആപ്പിൾ താഴോട്ടാണ് വീഴുന്നത് എന്ന് കണ്ടത്, പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു ക്യൂരിയോസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് അദ്ദേഹം ലോസ് ഓഫ് ഗ്രാവിറ്റി, മോഷൻ ഒക്കെ കണ്ടുപിടിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ടോക്കിംഗ് ഓഫ് സയൻസ് എന്ന ഈ ഒരു ചാപ്റ്റർ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. ഡോക്ടർ അജിത് പരമേശ്വരൻ ഒരു യങ് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ടോക്കിംഗ് ഓഫ് സയൻസ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അജിത് പരമേശ്വരൻ. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു യു. എവ്രി വൺ നോസ് ദറ്റ് സയൻറ്റിസ്റ്റ് ഡിസ്കവർ തിങ്സ്, ബട്ട് വാട്ട് എക്സാക്ട്ലി ഡു ദേ ഡു? അപ്പം ഇന്റർവ്യൂവർ അദ്ദേഹത്തിനോട് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, പിന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവ്രി വൺ നോസ് ദറ്റ് സയൻറ്റിസ്റ്റ് ഡിസ്കവർ തിങ്സ്. എല്ലാവർക്കും അറിയാം ശാസ്ത്രജ്ഞന്മാർ എന്താണ് ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയാണ് ചെയ്യുക. ഡിസ്കവർ എന്ന് പറഞ്ഞാൽ അതാണ് ചെയ്യുക എന്നുള്ളത്. ബട്ട് വാട്ട് എക്സാക്ട്ലി ഡു ദേ ഡു? പക്ഷെ ശരിക്കും അവർ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ അജിത് പരമേശ്വരൻ പറയുന്നത് എന്താണ്? വെൻ ഐ വാസ് എ ചൈൽഡ് ദർ വർ നോ സയന്റിസ്റ്റ് അറൌണ്ട് ഫോർ മീ ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ ചുറ്റും വേറെ ശാസ്ത്രജ്ഞന്മാരൊന്നും ഉണ്ടായിരുന്നില്ല, സയന്റിസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഫോർ മീ ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, എനിക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്. ബട്ട് ഈവൻ നൗ my friends sometimes ask me the same thing, half joking, half serious. പക്ഷെ ഈവൻ നൗ, ഇപ്പോഴും മൈ ഫ്രണ്ട്സ് സംടൈം ആസ്ക് മീ, അതായത് എൻ്റെ ഫ്രണ്ട്സ് പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് സെയിം തിങ്, ഇതേ കാര്യം തന്നെ, ഹാഫ് ജോക്കിംഗ് ഹാഫ് സീരിയസ്. അപ്പോൾ അവർ തമാശ രൂപേണ എന്ന പകുതി സീരിയസ് ആയിട്ടുമാണ് ചോദിക്കുന്നത് ശരിക്കും ഈ ശാസ്ത്രജ്ഞന്മാർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഐ ഓഫൻ ലോഫ് ഇറ്റ് ഓഫ് ആൻഡ് ചേഞ്ച് ദ ടോപ്പിക്. അപ്പോൾ ഞാൻ പലപ്പോഴും എന്താണ് ചെയ്യാറുള്ളത്? ഐ ലോഫ് ഇറ്റ് ഓഫ്, അതായത് ഞാൻ ചിരിച്ചു തള്ളുകയാണ് ചെയ്യുക അത്, എന്നിട്ട് ടോപ്പിക് മാറ്റാണ് ചെയ്യുക എന്നുള്ളത്. സോ ഡോക്ടർ പരമേശ്വരൻ, ഹൗ വുഡ് യു ഡിസ്ക്രൈബ് വാട്ട് സയന്റിസ്റ്റ് ഡു? അപ്പം ചോദിക്കുകയാണ് ഡോക്ടർ പരമേശ്വരന്റെ അടുത്ത്, അപ്പം താങ്കൾ എങ്ങനെയാണ് വിവരിക്കുക, ഡിസ്ക്രൈബ് ചെയ്യുക വാട്ട് സയന്റിസ്റ്റ് ഡു, ശരിക്കും സയന്റിസ്റ്റ് എന്താണ് ചെയ്യുന്നത് എന്ന് താങ്കൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡോക്ടർ അജിത്ത് പറയാണ്, പ്ലീസ് കോൾ മീ അജിത്. ഐ തിങ്ക് എ ഗുഡ് ഡിസ്ക്രിപ്ഷൻ വുഡ് ബി ദാറ്റ് സയന്റിസ്റ്റ് ക്രിയേറ്റ് നോളജ്. അപ്പം പറയുന്നുണ്ട്, എന്നെ ഡോക്ടർ പരമേശ്വരൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട, എന്നെ അജിത്ത് എന്ന് വിളിക്കൂ. അതുപോലെ തന്നെ ഈ സയന്റിസ്റ്റ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനെ ശരിയായ രീതിയിൽ എന്നല്ല, അതിനെ നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഐ വുഡ് സേ സയന്റിസ്റ്റ് ക്രിയേറ്റ് നോളജ്. അതായത് ശാസ്ത്രജ്ഞന്മാര് ക്രിയേറ്റ് നോളജ്, അവർ അറിവ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓൾ ഹ്യൂമൻസ് ആൻഡ് ഈവൻ മെനി ആനിമൽസ് ആർ കൺസ്യൂമേഴ്സ് ഓഫ് നോളജ്. ഹ്യൂമൻസും അതുപോലെ തന്നെ ഒരുപാട് ആനിമൽസും എന്താണ് നോളജ് കൺസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്, അറിവൊക്കെ കൺസ്യൂം ചെയ്യാണ്, സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ അറിവ് കൊണ്ട് ഉള്ള ഉപകാരം, അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ള ആളുകൾ അറിവിന്റെ കൺസ്യൂമേഴ്സ് ആവുന്നത് എന്നുള്ളതാണ്. എ ഫാർമർ ഹാസ് ടു നോ വെൻ ടു സോ ആൻഡ് റീപ്പ്. അതായത് ഒരു കൃഷിക്കാരനെ അറിഞ്ഞിരിക്കണം എന്താണ് വെൻ ടു സോ, എപ്പോഴാണ് വിത്ത് വിതയ്ക്കേണ്ടത് എന്നും അതുപോലെ തന്നെ എപ്പോഴാണ് റീപ്പ് ചെയ്യേണ്ടതെന്നും വിളവെടുക്കേണ്ടത് എന്നും. A vegetable vendor needs to do some arithmetic in his head. അതുപോലെ തന്നെ ഒരു എന്താണ് വെജിറ്റബിൾ വെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി വിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി അദ്ദേഹത്തിന്റെ തലയിൽ എന്താണ് ഒരു കണക്ക് കൂട്ടണം, അരിഥമെറ്റിക് ചെയ്യണം. അതായത് ഇത്ര രൂപയ്ക്ക് വാങ്ങിയാൽ ഇത്ര രൂപയ്ക്ക് വിറ്റാൽ എനിക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ ഒരു കണക്ക് ആ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. ആൻഡ് എൻ എഞ്ചിനീയർ നീഡ്സ് ടു നോ, അതുപോലെ തന്നെ ഒരു എഞ്ചിനീയറിനും അറിഞ്ഞിരിക്കണം എന്തിനെ കുറിച്ച്. ഫോർ എക്സാമ്പിൾ, ഹൗ ടു ഡിസൈൻ എ ബ്രിഡ്ജ് ദാറ്റ് ക്യാൻ ഹോൾഡ് ദ റിക്വയർഡ് ലോഡ്. അതായത് എങ്ങനെയാണ് ഇത്രയും ലോഡ് താങ്ങാനായിട്ടുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കേണ്ടത്, അതിന് എത്ര സ്ട്രെങ്ത് വേണം, അതിന് എത്രത്തോളം ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ
ഒരു എഞ്ചിനീയറും അറിഞ്ഞിരിക്കണം. വാട്ട് മെയ്ഡ് യു ഇൻട്രസ്റ്റഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ് നോളജ് അജിത്? ഡിഡ് സംതിങ് സ്പാർക്ക് യുവർ ക്യൂരിയോസിറ്റി അബൌട്ട് ദ നാച്ചുറൽ വേൾഡ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോളജ് ക്രിയേഷനിൽ അദ്ദേഹത്തിനെ ഇൻട്രസ്റ്റഡ് ആക്കിയ കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം അദ്ദേഹത്തിന്റെ ക്യൂരിയോസിറ്റിനെ സ്പാർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ വേൾഡിനെ കുറിച്ച് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ വേൾഡിനെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയ ആ ഒരു സ്പാർക്ക് എന്താണ്? ഡോക്ടർ അജിത്ത് പറയുന്നത് വെൻ ഐ വാസ് എ ചൈൽഡ് എ ഫാസിനേറ്റിംഗ് ബുക്ക് ഇൻ മലയാളം എന്തുകൊണ്ട് 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 വിച്ച് മേ ബി ലൂസ്ലി ട്രാൻസ്ലേറ്റഡ് ആസ് വൈ ഇസ് ഇറ്റ് സോ വാസ് പബ്ലിഷ്ഡ് ബൈ ദ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അപ്പൊ അദ്ദേഹം കുട്ടിയായിരുന്ന സമയത്ത് എ ഫാസിനേറ്റിംഗ് ബുക്ക് ഇൻ മലയാളം, അതായത് അദ്ദേഹത്തിന് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയ, അദ്ദേഹത്തിന് അത്ഭുതമൊക്കെ തോന്നിപ്പിച്ച രീതിയിലുള്ള ഒരു ബുക്ക്, എന്തുകൊണ്ട് 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 എന്നായിരുന്നു ബുക്കിന്റെ പേര്. അത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പബ്ലിഷ് ചെയ്തു. ആർ ലോക്കൽ ലൈബ്രറി ഹാഡ് എ കോപ്പി. അവരുടെ അവിടുത്തെ ലോക്കൽ ലൈബ്രറിയിൽ അതിന്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു ഈ ബുക്കിന്റെ. ദ ബുക്ക് എക്സ്പ്ലെയിൻ മെനി ഇൻട്രസ്റ്റിംഗ് ഫിനോമിന ഓഫ് നാച്ചുറൽ വേൾഡ് ടു ദ ക്യൂരിയസ് റീഡേഴ്സ്. അപ്പോൾ ഈ ഒരു ബുക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിനോമിന എന്ന് വെച്ചാൽ പ്രതിഭാസങ്ങൾ, അതായത് ഈ ലോകത്ത് നടക്കുന്ന ഒരുപാട് പ്രതിഭാസങ്ങളെ കുറിച്ചിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ നൗ ബുക്സ് റിമെയിൻ എ സോഴ്സ് ഓഫ് റിലയബിൾ ഇൻഫർമേഷൻ അൺലൈക്ക് മോസ്റ്റ് ഓഫ് ദ ഇൻഫർമേഷൻ വി ഗെറ്റ് ഓൺലൈൻ. ഇപ്പോഴും ബുക്സ് എന്ന് പറയുന്നത് നമുക്ക് വിശ്വസ്തമായിട്ടുള്ള, നമുക്ക് വിശ്വസിച്ച് വായിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു സോഴ്സാണ്. അൺലൈക്ക് മോസ്റ്റ് ഓഫ് ദ ഇൻഫർമേഷൻ വി ഗെറ്റ് ഓൺലൈൻ. അത് നമുക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനും ഡിഫറെന്റ് ആണ്. കാരണം ഓൺലൈനിൽ പലപ്പോഴും ആളുകൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് തെറ്റായ ന്യൂസ് അല്ലെങ്കിൽ വളച്ചൊടിച്ച രീതിയിലുള്ള വാർത്തകളും ഇൻഫർമേഷനും ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ബുക്സിൽ വരുന്ന അറിവ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതാണ് റിലയബിൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ബട്ട് അജിത്, ഈവൻ നൗ ഡിസ്പൈറ്റ് ഓൾ ദ ഇൻഫർമേഷൻ അവൈലബിൾ ആർ ദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് റിമെയിൻ അൺആൻസേർഡ്. അപ്പൊ അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പൈറ്റ് ഓൾ ദ ഇൻഫർമേഷൻ അവൈലബിൾ, ഇത്രയും ഇൻഫർമേഷൻ ഉണ്ടായിട്ടും ആർ ദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് റിമെയിൻ അൺആൻസേർഡ്, ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. ഉത്തരം കിട്ടാത്ത രീതിയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടോ? അപ്പം ഡോക്ടർ അജിത്ത് പറയുന്നത് അൺഡൗട്ടഡ്ലി യെസ്, അതിൽ നിസ്സംശയം പറയാം അത്തരം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അൺഡൗട്ടഡ്ലി എന്ന് വെച്ചാൽ അതാണ് നിസ്സംശയം. We still don't have very good answers to many important questions that concern us. അപ്പോൾ നമ്മളെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസിന് ഇപ്പോഴും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, വാട്ട് ആർ ദ റിയൽ റീസൺസ് ഫോർ ദ ഇൻക്രീസിംഗ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്സ് ഇൻ കേരള? Why do we now have so many more extreme weather events such as flash floods and landslides? അപ്പോൾ അദ്ദേഹം അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യരും ആനിമൽസും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ആ ഒരു സംഘർഷം കൂടി കൂടി വരുന്നത് എന്നുള്ളതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു റീസൺ ഒന്നുമില്ല. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ, അതുപോലെ തന്നെ ഈ നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഫ്ലാഷ് ഫ്ലഡ്സ്, പെട്ടെന്നുണ്ടാവുന്ന വെള്ളപ്പൊക്കങ്ങളും അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്സ്, ഉരുൾപൊട്ടല്, മണ്ണൊലിച്ചല്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. വൈ ആർ ദർ ഫ്രീക്വന്റ് ഔട്ട് ബ്രേക്സ് ഓഫ് റയർ വൈറൽ ഡിസീസസ്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഫ്രീക്വന്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ വൈറൽ ഡിസീസസ് പൊട്ടിപ്പുറപ്പെടുന്നത്? ഔട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. വൈ ആർ ദർ സോ മെനി മസ്കിറ്റോസ്? എന്തുകൊണ്ടാണ് ഇത്രയും കൊതുകുകളുടെ ശല്യം ഉള്ളത്? എന്തുകൊണ്ടാണ് ഇത്രയും കൊതുകുകൾ ഉള്ളത്? വി ഡോണ്ട് ഹാവ് ഗുഡ് ആൻസേഴ്സ് യെറ്റ് ടു ദീസ് ആൻഡ് വാരിയസ് അതർ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ഇപ്പോഴും ഈ ക്വസ്റ്റ്യൻസിനോ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിനോ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. It is said that curiosity is at the heart of science. Why is curiosity so important? അപ്പം പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റി, എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ എന്ന് പറയുന്നതാണ് സയൻസിന്റെ ഹാർട്ട് എന്നാണ്. സയൻസിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എന്നാണ് പറയപ്പെടുന്നത്. വൈ ഈസ് ക്യൂരിയോസിറ്റി സോ ഇമ്പോർട്ടന്റ്? അപ്പോൾ എന്തുകൊണ്ടാണ് ക്യൂരിയോസിറ്റി അഥവാ ജിജ്ഞാസ എന്ന് പറയുന്നത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഡോക്ടർ അജിത്ത് റിപ്ലൈ ചെയ്യുന്നത് ക്യൂരിയോസിറ്റി ഈസ് essential for a good scientist. It drives the quest for knowledge. അപ്പോൾ അദ്ദേഹം പറയുന്നത് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഒരു നല്ല സയന്റിസ്റ്റിനെ സംബന്ധിച്ച് വേണ്ട ഒരു ക്വാളിറ്റിയാണ്, നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ്.
അതുകൊണ്ടാണ് എസെൻഷ്യൽ എന്ന് പറയുന്നത്. ഇറ്റ് ഡ്രൈവ്സ് ദ ക്വസ്റ്റ് ഫോർ നോളജ്. അത് നോളജിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്, ആ ഒരു സെർച്ച് എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത്രയും ആവശ്യകമായിട്ടുള്ള ഒരു കാര്യമാണ്. വൈൽ ചിൽഡ്രൻ നാച്ചുറലി ആസ്ക് ക്വസ്റ്റ്യൻസ്, അഡൾട്ട് ഓഫൻ ഡു നോട്ട്, ഐദർ ബിക്കോസ് ദേ ഡോണ്ട് കെയർ ഓർ ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു അപ്പിയർ ഇഗ്നറന്റ്. അപ്പോ അദ്ദേഹം പറയുന്നത് കുട്ടികള് നാച്ചുറലി ആസ്ക് ക്വസ്റ്റ്യൻസ്, അവരെപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അഡൾട്ട്സ് ഓഫൻ ഡു നോട്ട്. പക്ഷെ വലുതായി കഴിഞ്ഞാല്, മുതിർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആരും അധികം ചോദ്യം ചോദിക്കാറില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് അവർക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. ദേ ഡോണ്ട് കെയർ ഓർ ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു അപ്പിയർ ഇഗ്നറന്റ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് ആ കാര്യത്തിനെ കുറിച്ച് അറിവില്ല എന്ന് ആൾക്കാർക്ക് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഗ്നറന്റ് എന്ന് പറഞ്ഞാൽ അതാണ്, അറിവില്ലാത്ത എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ അറിവില്ലാത്ത ഒരാളായതുകൊണ്ടല്ല ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് തോന്നണം അവർക്ക്. അപ്പൊ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ അറിവില്ലാത്ത ഒരാളാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല എന്നുള്ളതാണ്. സയന്റിസ്റ്റ് ഹൗഎവർ മസ്റ്റ് റീറ്റെയിൻ ദ ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി ആൻഡ് അഡ്മിറ്റ് ദെയർ ഇഗ്നറൻസ്. ദിസ് അലോൺ ക്യാൻ ഡ്രൈവ് ദം ടു ഡിസ്കവർ ദ ട്രൂത്ത്. അപ്പം സയന്റിസ്റ്റിന്റെ കേസിൽ പറയുന്നത് മസ്റ്റ് റീറ്റെയിൻ ദ ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി. അവര് ഈ ചെറിയ കുട്ടികളെ പോലെയുള്ള ഈ ക്യൂരിയോസിറ്റി റീറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ അവർ അതുപോലെ തന്നെ നിലനിർത്തണം. ആൻഡ് അഡ്മിറ്റ് ദെയർ ഇഗ്നറൻസ്. എന്നിട്ട് അവർക്ക് ചില കാര്യങ്ങളിൽ അറിവില്ല എന്നുള്ളത് അവർ അഡ്മിറ്റ് ചെയ്യണം, അവർ സമ്മതിക്കണം. ദിസ് അലോൺ ക്യാൻ ഡ്രൈവ് ദം ടു ഡിസ്കവർ ദ ട്രൂത്ത്. അങ്ങനെ മാത്രമാണ് അവർക്ക് സത്യം എന്താണെന്ന് അന്വേഷിക്കാനുള്ള ആ ഒരു ജേർണിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓഫ് കോഴ്സ് ക്രിയേറ്റിംഗ് ന്യൂ നോളജ് ഓൾസോ റിക്വയേഴ്സ് എ സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വാട്ട്സ് ഓൾറെഡി നോൺ. അതായത് പുതിയ അറിവുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഓൾസോ റിക്വയേഴ്സ് എ സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ്. എന്ത് വേണം? ഒരു സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് വേണം. എന്തിന്റെ? ഓഫ് വാട്ട്സ് ഓൾറെഡി നോൺ. എന്താണ് നമുക്ക് ഓൾറെഡി അറിയുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് അറിയാത്തത് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ആസ് ന്യൂട്ടൺ സെഡ്, ഇഫ് ഐ ഹാവ് സീൻ ഫാദർ ഇറ്റ് ഈസ് ബൈ സ്റ്റാൻഡിങ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ജയന്റ്സ്. സ്കൂൾ എഡ്യൂക്കേഷൻ പ്രിപ്പയർസ് us for this. അപ്പം ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഐ ഹാവ് സീൻ ഫാദർ, എനിക്ക് കുറച്ചും കൂടെ ദൂരത്തേക്കുള്ള കാര്യങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബൈ സ്റ്റാൻഡിങ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ജയന്റ്സ്. അത് ജയന്റ്സിന്റെ ഷോൾഡേഴ്സിൽ നിന്ന് ഞാൻ നോക്കിയത് കൊണ്ടാണ്. സ്കൂൾ എഡ്യൂക്കേഷൻ പ്രിപ്പയർസ് അസ് ഫോർ ദിസ്. സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമുക്ക് കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പൊ നമ്മളൊരു റിസർച്ച് പ്രോജക്റ്റ് എടുത്തിട്ട് അതിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ ഫീൽഡിൽ നടന്നിട്ടുള്ള റിസർച്ചിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പല പല കാര്യങ്ങളും നമ്മളുടെ മൈൻഡിൽ നിന്ന് വിട്ടുപോകാനായിട്ട് സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പണ്ട് ചെയ്തൊരു വർക്ക് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ എന്തിനെ കുറിച്ചാണോ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു വിൽ അഗ്രി അജിത് ദാറ്റ് വി നീഡ് മോർ സയന്റിസ്റ്റ്. വാട്ട് ദെൻ ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സയന്റിസ്റ്റ്? അപ്പം ഇന്റർവ്യൂർ പറയുന്നത് ഡോക്ടർ അജിത്ത് എന്തായാലും സമ്മതിക്കുന്നുണ്ടായിരിക്കുമല്ലോ നമുക്ക് കൂടുതൽ സയന്റിസ്റ്റുകളെ ആവശ്യമുണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു സയന്റിസ്റ്റിന്റെ ക്വാളിറ്റീസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അജിത്, ആസ്പയറിംഗ് സയന്റിസ്റ്റ് നീഡ് ടു മാസ്റ്റർ റിസർച്ച് ടെക്നിക്സ്. ദേ നീഡ് ടു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് കണ്ടക്ട് കെയർഫുൾ experiments to arrive at logical and unbiased conclusions. അപ്പോൾ ഡോക്ടർ അജിത്ത് പറയുന്നത് ആസ്പയറിംഗ് സയന്റിസ്റ്റ് നീഡ് ടു മാസ്റ്റർ റിസർച്ച് ടെക്നിക്സ്. ആസ്പയറിംഗ് സയന്റിസ്റ്റ് എന്ന് വെച്ചാൽ സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? നീഡ് ടു മാസ്റ്റർ റിസർച്ച് ടെക്നിക്സ്. റിസർച്ച് ടെക്നിക്സ് അവര് അത്രയും നന്നായിട്ട് പഠിക്കണം, അവരതിൽ എക്സ്പേർട്ട് ആവണം എന്നുള്ള രീതിയിലാണ്. ദേ നീഡ് ടു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്. അവര് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കണം. ആൻഡ് കണ്ടക്ട് കെയർഫുൾ എക്സ്പെരിമെന്റ്സ്. അതുപോലെ തന്നെ ശ്രദ്ധയോട് കൂടിയിട്ട് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യണം, നടത്തണം. ടു അറൈവ് അറ്റ് ലോജിക്കൽ ആൻഡ് അൺബയസ്ഡ് കൺക്ലൂഷൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? അൺബയസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്പക്ഷമായിട്ടുള്ള. അപ്പം കറക്റ്റ് ആയിട്ട് എക്സ്പെരിമെന്റ്സ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ കിട്ടുള്ളൂ, എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്നുള്ളത്. ക്രിട്ടിക്കലി ഇവാലുവേറ്റിംഗ് ഓൾ ദ എവിഡൻസ്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോയിന്റ്സും ഒത്തു നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കറക്റ്റ് ആയിട്ട് അതിനെ വിലയിരുത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും കൂട്ടിവെച്ച് നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റ്സിന്റെ റിസൾട്ട് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമ്മളുടെ ഇഷ്ടത്തിന് ആ ഡേറ്റയെ മാറ്റാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് നിഷ്പക്ഷമായിട്ട് നമ്മൾ കൺക്ലൂഷനിൽ എത്തണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഫീച്ചേഴ്സ് ഒക്കെ ഒരു സയന്റിസ്റ്റിന് വേണം. എ ഗുഡ് സയന്റിസ്റ്റ് ഇസ് always doing research, perhaps even
ഓൺ ഹെർ ഡെത്ത് ബെഡ്. അപ്പം ഒരു നല്ല സയന്റിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം. പെർഹാപ്സ് ഈവൻ ഓൺ ഹെർ ഡെത്ത് ബെഡ് എന്ന് പറഞ്ഞാൽ തന്റെ ആ മരണക്കിടക്കയിൽ പോലും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം നല്ലൊരു സയന്റിസ്റ്റ് എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അജിത്, ഹൂ ഇൻ യുവർ ഒപ്പീനിയൻ ക്യാൻ ബിക്കം എ സയന്റിസ്റ്റ്? അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ടർ അജിത്തിന്റെ അഭിപ്രായത്തിൽ, ഒപ്പീനിയൻ എന്ന് പറഞ്ഞ അഭിപ്രായത്തിൽ ആർക്കാണ് സയന്റിസ്റ്റ് ആവാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. അജിത്, നോട്ട് എവ്രി വൺ ക്യാൻ ബിക്കം എ ഗ്രേറ്റ് സയന്റിസ്റ്റ്, ബട്ട് എ ഗ്രേറ്റ് സയന്റിസ്റ്റ് ക്യാൻ കം ഫ്രം എനിവെയർ. സോ ഐ വുഡ് സേ എനി വൺ ക്യാൻ ബിക്കം എ സയന്റിസ്റ്റ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും ഒരു നല്ല സയന്റിസ്റ്റ് ആവാൻ വേണ്ടി പറ്റില്ല, ഒരു മഹാനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആവാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഗ്രേറ്റ് സയന്റിസ്റ്റ് ക്യാൻ കം ഫ്രം എവ്രിവെയർ. പക്ഷെ ഒരു മഹാനായ സയന്റിസ്റ്റിന് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരാം, എവിടെ നിന്ന് വേണമെങ്കിലും വരാം. സോ ഐ വുഡ് സേ, അതുകൊണ്ട് ഞാൻ പറയും എനി വൺ ക്യാൻ ബിക്കം എ സയന്റിസ്റ്റ്, ആർക്കും ഒരു സയന്റിസ്റ്റ് ആവാമെന്ന്. ഫൈനലി അജിത്, വാട്ട് ഇസ് യുവർ മെസ്സേജ് ടു യങ്സ്റ്റേഴ്സ്? പിന്നെ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള, യങ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എന്താണ് എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്. അജിത്, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഫോളോ യുവർ ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻ ആൻഡ് വർക്ക് ഹാർഡ്. അപ്പൊ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ, ഇൻട്രസ്റ്റ് ഉള്ള, പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നേടാനായിട്ടുള്ള അതിയായിട്ടുള്ള താല്പര്യം, അതൊക്കെ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്യരുത്, നിങ്ങൾ മടിക്കരുത്. അതിനുവേണ്ടി നിങ്ങൾ എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഐ വുഡ് ഏർജ് യു ടു ഫോളോ യുവർ ഇൻട്രസ്റ്റ് സീരിയസ്ലി. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ താല്പര്യങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്, സീരിയസ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്, അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഏർജ് ചെയ്യുക എന്ന് പറഞ്ഞ പ്രേരണ കൊടുക്കുക എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് യു വിൽ ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. ഇഫ് യു ഡു വർക്ക് ഹാർഡ്, ഐ സ്ട്രോങ്ലി ബിലീവ് ദർ ഇസ് എ പ്ലേസ് ഫോർ എവ്രി വൺ. അപ്പം നിങ്ങൾ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും അവരുടേതായ ഒരു സ്ഥാനമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ലാസ്റ്റ് ആയിട്ട് ഈ ഒരു ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യുന്നതാണ്. താങ്ക് യു വെരി മച്ച് അജിത്. വി വിൽ ഓൾവേസ് ട്രഷർ ദിസ് എക്സ്പീരിയൻസ് ഓഫ് talking to you. Ajit, it is my pleasure. Thank you very much indeed. അപ്പോൾ ഡോക്ടർ അജിത് പരമേശ്വരനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം 1980 ജനിച്ചത്. വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ദ വില്ലേജ് ഓഫ് ചെമ്മനിയോട് ഇൻ മലപ്പുറം, കേരള. ചെമ്മനിയോട്, മലപ്പുറം, കേരളയിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിസ് ലവ് ഫോർ ലേണിംഗ് വാസ് nurtured by the teachers in his local schools and books in his local library. അദ്ദേഹത്തിന്റെ സ്കൂളിലെ ടീച്ചേഴ്സും അതുപോലെ തന്നെ ആ ലൈബ്രറിയിലെ ബുക്സ് ഒക്കെയാണ് അദ്ദേഹത്തിന് ഇത്തരം അറിവുകൾ നേടാനായിട്ടുള്ള ഒരു പ്രേരണയായത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ പഠിക്കാനും അറിയാനും ഉള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചത് ഈ ഫാക്ടേഴ്സ് ഒക്കെയാണ്. ഹി ഹാസ് വൺ ദ 2020 TWASCAS യങ് സയന്റിസ്റ്റ് അവാർഡ് ഫോർ ഫ്രണ്ടിയർ Science. He is now an astrophysicist at the International Center for Theoretical Science ICTS in Bangalore. അപ്പോൾ അദ്ദേഹത്തിന് ഈ യങ് സയന്റിസ്റ്റ് അവാർഡ് 2020 ലഭിച്ചു. പിന്നെ അദ്ദേഹം ഒരു ആസ്ട്രോഫിസിസിസ്റ്റ് ആണ് ഇന്റർനാഷണൽ സെന്റർ ഫോർ തിയററ്റിക്കൽ സയൻസ് ICTS ബാംഗ്ലൂരിൽ. അപ്പോൾ ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സിന്റെയും മാത്സിന്റെയും പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു ലോകത്തെ കുറിച്ച് തന്നെ പഠിക്കുന്ന, അല്ലെങ്കിൽ സ്പേസിനെ കുറിച്ച്, ഗാലക്സിനെ കുറിച്ച്, സ്റ്റാർസിനെ കുറിച്ച്, പ്ലാനറ്റ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ആസ്ട്രോഫിസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പം സ്റ്റാർസിനെ ഒബ്സർവ് ചെയ്യാനോ ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത്തരം ഫീൽഡിലേക്കൊക്കെ പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ചാപ്റ്റേഴ്സൊക്കെ നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന കരുതുന്നത്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.